55ാമത് വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ വ്യവസായ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ കേരളത്തിന് സാധിച്ചുവെന്ന് മന്ത്രി പി രാജീവ്. 70ഓളം കമ്പനി പ്രതിനിധികളോടും വ്യവസായ പ്രമുഖരോടും ചർച്ച നടത്തിയെന്നും സർക്കാരിന്റെ പുതിയ വ്യവസായ നയത്തിൽ നിക്ഷേപകർ താൽപര്യം പ്രകടിപ്പിച്ചുവെന്നും മന്ത്രി അറിയിച്ചു. ജനുവരി 20 മുതൽ 24 വരെ സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ചാണ് 55ാമത് വേൾഡ് ഇക്കണോമിക് ഫോറം നടന്നത്. സുസ്ഥിരവും സമഗ്രവുമായ വികസന ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ട് പുരോഗതി കൈവരിക്കുന്ന കേരളത്തിന്റെ വ്യവസായ മാതൃക ദാവോസിൽ പ്രശംസ നേടിയെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രകൃതി, ജനങ്ങൾ, വ്യവസായം എന്നതാണ് ഇൻവെസ്റ്റ് കേരളയുടെ ടാഗ് ലൈൻ. വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ കേരളം ശക്തമായ സാന്നിധ്യം പ്രകടിപ്പിച്ചുവെന്നും മന്ത്രി അറിയിച്ചു. നമുക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ കേരളത്തിന്റെ പൊട്ടൻഷ്യൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. 18,542 കോടി രൂപയുടെ കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലി ഇന്ത്യ എന്നുള്ളതാണ് പുതുതായി അവർ ഉൾപ്പെടുത്തിയിട്ടുള്ള 13 ക്ലസ്റ്ററുകളിൽ ഒന്നാമത്തേത്. ഇന്ത്യയിൽ നിന്ന് 5 ക്ലസ്റ്ററുകളുണ്ട്. അതിൽ നമ്പർ 1 നമ്മുടേതാണ് കൊടുത്തിരിക്കുന്നത്. ദി ഡിജിറ്റൽ ഡിവിഡൻഡ് എന്ന വിഷയത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ് കേരളത്തെ ഡീപ് ടെക് ഹബ്ബായി സ്ഥാപിക്കൽ എന്ന പ്രമേയത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തുടങ്ങി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലക്, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എം മുഹമ്മദ് ഹനീഷ് എന്നിവരും കേരളത്തെ പ്രതിനിധീകരിച്ച് പാനൽ ചർച്ചകളിൽ സംസാരിച്ചു. കേരളം ഉൾപ്പെടെ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, തെലങ്കാന, ഉത്തർപ്രദേശ് തുടങ്ങിയ 6 സംസ്ഥാനങ്ങൾക്കാണ് ദാവോസിൽ പവലിയൻ ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 21, 22 തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ ഉച്ചകോടിക്ക് വേൾഡ് ഇക്കണോമിക് ഫോറത്തിലെ പ്രതിനിധികളുടെ ഇടപെടൽ ഗുണകരമാകുമെന്നാണ് വ്യവസായ വകുപ്പിന്റെ പ്രതീക്ഷ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.